പിന്നെ ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഫസ്റ്റ് വണ്ണ് ഈ ഒരു സാധനമാണ്. ഇതൊരു ത്രെഡാണ് കേട്ടോ. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അതാ സെക്കൻഡ് വൺ ഈ ഒരു ഗോൾഡൻ സ്റ്റോൺസ് ആണ്. ചെറിയ ചെറിയ സ്റ്റോൺ പോലുള്ളൊരു സാധനമാണ്. ടെക്സ്ചർ ആർട്ടിലും അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഡിസൈനിങ്ങിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണിത്. പിന്നെ അതാ മിനി സ്റ്റിക്സ്. ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്ന സാധനമായിരുന്നു. അപ്പം ഷോപ്പിൽ കണ്ടപ്പോൾ 2 പാക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ പേപ്പറിലൊക്കെ നമ്മൾ പഞ്ച് ചെയ്യൂലേ, ഹോൾസ് ഇടുമ്പം എന്തെങ്കിലും ഡെക്കറേറ്റീവ് ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ മുകളിൽ ഇടുന്ന ഒരു സാധനമാണ്. ഇതിനെന്താ കറക്റ്റ് നെയിം എനിക്കറിയില്ല. പിന്നെ അതാ നമ്മളെ സ്വന്തം സൂപ്പർ ഗ്ലൂ. ഇത് പിന്നെ എങ്ങനെ പോയാലും ആവശ്യം വരുന്ന ഒരു സാധനമാണ്. പിന്നെ എനിക്ക് ഇത് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഗിഫ്റ്റ് ബോക്സസ് എന്നാണ് കാണുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടൊരു ബുക്ക് പോലെയാണ് ഉള്ളത്. ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വരുന്ന പേജസ് ആണ് ഉള്ളിലുള്ളത്. നമ്മൾ പണ്ടത്തെ ഒരു ഇൻലെറ്റൊക്കെ അല്ലേ, ലെറ്ററൊക്കെ എഴുതുന്ന സാധനം, അതുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അതായത് നമുക്ക് ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ്. ഉള്ളിൽ മെസ്സേജസോ വിഷസൊക്കെ എഴുതിയിട്ട് ഇതിലിതാ ഇത്രയും ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. ബാക്കിൽ 2 പേജസ് ഇതുപോലെ സ്റ്റിക്കേഴ്സാണ് വരുന്നത്. നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഈ ഒരു പാറ്റേൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. അതിൻ്റെ മാർക്കൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അതിനനുസരിച്ച് ജസ്റ്റ് ഇതാ ഇതുപോലെ 2 ഫോൾഡ് ഇട്ട് കൊടുക്കാനുള്ളൂ. വേറെ പണിയൊന്നുമില്ലേ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, അങ്ങനെ കണ്ടപ്പം എടുത്തതാണ് കേട്ടോ. പിന്നെ അതാ ഈ ഒരു സാധനം, ഇതിനെന്താ പറയുക, ഡയമണ്ട് ആർട്ടോ അങ്ങനെ എന്തോന്നാണല്ലേ ഇതിന് പറയുക. അപ്പം ഇതും കുറേ ആയിട്ട് ഇങ്ങനെ ഷോപ്പിൽ കാണുന്നുണ്ടായിരുന്നേ. അപ്പം ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ 2 വാങ്ങിച്ചു. ഒന്ന് എനിക്കും ഒന്ന് മോൾക്കുമാണ് വാങ്ങിച്ചത്. അപ്പോൾ മോൾ ഇതിൽ പിങ്ക് സെലക്ട് ചെയ്തു, മറ്റേത് ഞാനും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് രണ്ടും കാണാൻ. പിന്നെ എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സാധനമാണ് കേട്ടോ ഇത് നോട്ട്ബുക്ക് സെക്ഷനിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഡിസൈൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എടുത്ത് നോക്കുമ്പം ഉള്ളിൽ ഗ്രിഡ് പേജസ് ആണ് കേട്ടോ. നമുക്ക് ജേർണലിംഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബുക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ജേർണലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതുപോലത്തെ ഒരു ബുക്ക് ഞാൻ നോക്കി നടക്കുമായിരുന്നു. അപ്പം തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഒരു വിൻറ്റേജ് ജേർണലാണല്ലോ. അപ്പോൾ അതിലെല്ലാ ടൈപ്പ് ജേർണലും ചെയ്യുമ്പോൾ ഒരു മാച്ച് ആവാത്ത പോലെയായിരുന്നു. അപ്പോൾ ഒരു വൈറ്റ് കളർ പേജസ് ഉള്ളത് എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അതും കിട്ടി കേട്ടോ. പിന്നെ അതാ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ്സൊക്കെ അല്ലേ, അതുപോലെ തന്നെയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ്സാണ്. ഇങ്ങനത്തെ സാധനം കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ സാധനം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതും ഫൈനലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചൊക്കെ നമുക്ക് കുറച്ച് ക്രാഫ്റ്റ്സൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതാ ഞാൻ ഒരു ചെറിയ ക്യാൻവാസ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് ഒരു 3 വലിയ ക്യാൻവാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, ടെക്സ്ചർ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ ചെയ്യാനുള്ളൊരു ധൈര്യം വരാത്തത് കൊണ്ട് ആദ്യം ചെറുതിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിൽ ചെയ്യാം. പിന്നെ അക്രിലിക് പെയിൻറ്റ് വാങ്ങി. പിന്നെ അതാ നമ്മൾ ക്ലേ ഒക്കെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ഫ്ലവർ ഷേപ്പിലുള്ള ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫ്ലവർ ഷേപ്പാണ്, ബട്ട് ഡിഫറെൻറ്റ് സൈസസിലാണ് വരുന്നത്. 4 സൈസസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റിൽ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്